നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊച്ചി കളമശ്ശേരിയിൽ മെട്രോ പില്ലറിന് ബൈക്കിടിച്ച് IT ജീവനക്കാരൻ മരിച്ചു. ഇന്നലെ അമിത വേഗത്തിൽ വന്ന ബൈക്ക് മെട്രോ പില്ലറിൽ വന്നിടിക്കുകയായിരുന്നു. മലപ്പുറം സ്വദേശിയായ 25 വയസ്സുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മുഹമ്മദ് മുസ്തഫയാണ് മരിച്ചത്. കളമശ്ശേരിയിൽ TVSന് സമീപം മെട്രോ പില്ലർ 293ലേക്കാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബൈക്ക് ഇടിച്ചു കയറിയത്. സംഭവം നടന്ന ഉടനെ തന്നെ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കാക്കനാട് പടമുകളിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇവിടെ നിന്നും മലപ്പുറത്തേക്ക് പോകുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. ബൈക്ക് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കർണാടക ഹംപിക്ക് സമീപം വിനോദയാത്രയ്ക്ക് പോയ മലയാളി വിദ്യാർത്ഥികളുടെ ബസ് അപകടത്തിൽപ്പെട്ടു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. അതിൽ 3 പേരുടെ പരിക്ക് ഗുരുതരം. ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം നടന്നത്. കോളേജിൽ നിന്നും 21 വിദ്യാർത്ഥികളുമായി പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് ട്രെയിനിലെത്തി അവിടെ നിന്നും ബസ് വാടകയ്ക്കെടുത്ത് കർണാടകയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 2 വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപികയുടെയും നില ഗുരുതരമാണ്. അവർക്ക് കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പരിക്കേറ്റവരെയെല്ലാം അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊല്ലത്ത് ചുരിദാർ ധരിച്ചെത്തിയ പ്രധാന അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് പരാതി. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംഭവം. രാവിലെ 8:45ഓടെയാണ് നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാന അധ്യാപികയായ സിന്ധു എത്തിയത്. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപികയെ തടഞ്ഞതെന്നാണ് സെക്യൂരിറ്റി പറയുന്നത്. പിന്നാലെ പ്രധാന അധ്യാപിക ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോലീസ് എത്തിയാണ് അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചത്. എന്ത് വസ്ത്രമിട്ടും സ്കൂളിൽ വരാമെന്നും തടയാൻ പറഞ്ഞിട്ടില്ലെന്നുമാണ് സ്കൂൾ മാനേജറുടെ വിശദീകരണം. സംഭവത്തിൽ അധ്യാപിക പോലീസിൽ പരാതി നൽകി. അമേരിക്കയുമായി ഒപ്പുവെച്ച പുതിയ വ്യാപാര കരാറിൽ ഇന്ത്യയുടെ കാർഷിക ഡയറി മേഖലകളുടെ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ വ്യക്തമാക്കി. ബുധനാഴ്ച ലോക്സഭയിൽ പ്രതിപക്ഷ MPമാരുടെ കടുത്ത പ്രതിഷേധത്തിനിടയിലാണ് മന്ത്രി കരാറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയിച്ചത്. കാർഷിക മേഖലയെയും ക്ഷീരമേഖലയെയും ബാധിക്കുന്ന വിട്ടുവീഴ്ചകൾ കരാറിൽ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. 1 വർഷം നീണ്ടുനിന്ന വിശദമായ ചർച്ചകൾക്കൊടുവിലാണ് കരാർ അന്തിമ രൂപത്തിലെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ നിയമസഭ കേന്ദ്രത്തിന്റേത് പ്രതികാര ബുദ്ധിയെന്നും വർഷങ്ങളായ സംസ്ഥാനത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് അവഗണനയെന്നും പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള സമൂഹത്തെ നിരാശപ്പെടുത്തുന്ന ബജറ്റെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സംസ്ഥാനങ്ങളുടെ നില ഭദ്രമാകുമ്പോഴാണ് രാജ്യത്തിന് തല ഉയർത്തി നിൽക്കാനാവുക. ന്യായയുക്തമായ ആവശ്യങ്ങൾക്ക് പോലും പരിഗണന കിട്ടിയില്ല. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണിതെന്നും വർഷങ്ങളായി കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് അവഗണന കാട്ടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.